ഹായ്, ഒരു വ്യത്യസ്തമായ ചിക്കൻ കറി കണ്ടാലോ? ഇത് വന്ന് ഞങ്ങളുടെ വില്ലേജിൽ വെക്കുന്ന ചിക്കൻ കറിയാണ്. ആക്ച്വലി എണ്ണ ഊറ്റാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്യാറ്, വിറകടുപ്പിലാണ് കുക്ക് ചെയ്യാറ്. എണ്ണ ചൂടായ ഉടനെ ചെറുള്ളിയും കറിവേപ്പിലയും പട്ട, ഗ്രാമ്പൂ, ബിരിയാണി ലീഫ് എല്ലാം കൂടെ ഇട്ട് നന്നായി വേവിക്കും. അത് നന്നായി വെന്ത ശേഷം അതിലോട്ട് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന വൃത്തിയാക്കി വെച്ചിരിക്കുന്ന രണ്ട് കോഴിയാണ്. അത് നമ്മൾ കടയിൽ കൊടുത്ത് വൃത്തിയാക്കിയതാണ്, വീട്ടിൽ വളർത്തുന്ന കോഴിയാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ അടച്ച് വെക്കുകയാണ്. വെള്ളമൊന്നും ചേർക്കില്ല, ഇത് മാത്രം നന്നായി ഇളക്കിയിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. നല്ല വിറകടുപ്പിൻ്റെ ചൂട് കാരണം അത് പെട്ടെന്ന് തന്നെ വേകും. അത് കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് തക്കാളിയും വെളുത്തുള്ളി, ഇഞ്ചി ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ സ്റ്റേജ് ആകും. നന്നായി വെന്തിട്ട് അതിൻ്റെ ആ എണ്ണ അങ്ങ് വെളിയിൽ വരുന്ന സ്റ്റേജ് ആകും. അത് കഴിയുമ്പോഴത്തേക്കും അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അതിലോട്ട് മസാലയാണ്. മസാല എന്ന് പറയുമ്പോഴത്തേക്കേ നമ്മുടെ പാക്കറ്റ് മസാല ഒന്നും തന്നെ അതിലോട്ട് ഉപയോഗിക്കാറില്ല. മുളക് പൊടിയും ചരക്ക് പൊടിയും ഉപയോഗിക്കാറുള്ളൂ. മുളക് പൊടി അത് വീട്ടിൽ പൊടിക്കുന്ന പൊടിയാണ്, അതുകൊണ്ട് തന്നെ അധികം എരിവ് കാണില്ല. ഒരു 4 സ്പൂൺ മുളക് പൊടിയും 4 സ്പൂൺ ചരക്ക് പൊടി. ചരക്ക് പൊടി എന്ന് പറഞ്ഞാൽ മല്ലിയും ജീരകവും പെരുംജീരകവും മഞ്ഞളും പൊട്ടുകടലയും ഇത്രയും ചേർത്തുണ്ടാക്കുന്നതാണ് നമ്മളുടെ ചരക്ക് പൊടി. അത് നന്നായി വെയിലത്ത് വെച്ച് ഉണക്കി മില്ലിൽ കൊടുത്ത് പൊടിച്ച് വയ്ക്കും. ഇവിടെ ഈ ഗ്രാമത്തിലെല്ലാവരും ആ പൊടിയാണ് അധികം യൂസ് ചെയ്യാറ്. കാരണം പാക്കറ്റ് മസാല ഒന്നും തന്നെ ഇവിടെ ഉപയോഗിക്കാറില്ല. അത് കറിക്ക് നല്ല ടേസ്റ്റും തരും. തേങ്ങ അധികം ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഈ പൊടി നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കറിക്ക് നല്ല തിക്നെസ്സും തരും, അതുകൊണ്ടാണ്. അടുത്ത ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഈ പൊടികളൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ എന്തുകൊണ്ടാണ് ഈ വിറകടുപ്പ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രാമമായതുകൊണ്ട് ആവശ്യത്തിന് നമ്മൾക്ക് വിറക് കിട്ടും. ഗ്യാസ് അടുപ്പുള്ളവരും വിറകടുപ്പ് തന്നെയാണ് ഉപയോഗിക്കാറ്. അതുമല്ല, പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്യാം ഈ വിറകടുപ്പിൽ. 2-3 ദിവസമൊന്നും ഈ കറികൾ കേടാകത്തുമില്ല. കാരണം നന്നായിട്ട് അരമണിക്കൂറോളം വിറകടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുന്നതുകൊണ്ട്. നന്നായി മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കാം. അത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു അടിപൊളി ആയിട്ടുള്ള ഈ ടൈപ്പിലൊരു ചിക്കൻ കറി കിട്ടും. താങ്ക് യു.